നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്സിജൻ സിലിണ്ടർ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് അതിന് പകരമായി ഈ മെഷീൻ ഉപയോഗിക്കാം. ഇത് റീഫിൽ ചെയ്യേണ്ടതില്ല. അന്തരീക്ഷത്തിലുള്ള വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളെല്ലാം ഒഴിവാക്കി ശുദ്ധമായ ഓക്സിജനാണ് ഈ മെഷീൻ നമുക്ക് നൽകുന്നത്. ഈ മെഷീൻ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ ശരിയായ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും ലോങ് ലൈഫ് ലഭിക്കുന്നതിന് വേണ്ടിയും ഈ കാറ്റലോഗ് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണേണ്ടതാണ്. ഇതോടൊപ്പം ലഭിക്കുന്നത് കാറ്റലോഗ്, വാറണ്ടി കാർഡ്, ഹ്യൂമിഡിഫിക്കേഷൻ അസംബ്ലി, ഓക്സിജൻ കാനുല, മാസ്ക് എന്നിവയാണ്. ഓപ്പൺ ചെയ്ത് നോക്കാം. മെഷീൻ്റെ താഴ്ഭാഗത്ത് 2 ടൈകൾ കാണാം. ഫാക്ടറിയിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെ എൻജിൻ ഇളകി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ടൈകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബ്ലേഡ് ഉപയോഗിച്ച് 2 ടൈകളും കട്ട് ചെയ്ത് പൂർണ്ണമായും വലിച്ചെടുത്ത് ഒഴിവാക്കേണ്ടതാണ്. ഈ മെഷീൻ നമ്മൾ വെക്കേണ്ടത് നല്ല നിരപ്പായ തറയിൽ, പവർ പ്ലഗും നല്ല വെന്റിലേഷനും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഈ മെഷീൻ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തൊണ്ട വരണ്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഹ്യൂമിഡിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഹ്യൂമിഡിഫയർ ബോട്ടിൽ തുറന്നതിന് ശേഷം ഇതിലെ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിലെ അളവിൽ ശുദ്ധമായ വെള്ളം ഫിൽ ചെയ്യുക. ശേഷം ഇതിൻ്റെ ക്യാപ്പ് നന്നായി അടച്ചു വെക്കുക. ശേഷം ഹ്യൂമിഡിഫയർ ഇൻലെറ്റ് പോർട്ടിലേക്ക് ട്യൂബിംഗ് ഇതുപോലെ നന്നായി ഫിക്സ് ചെയ്യുക. മെഷീൻ്റെ ഫ്രണ്ട് ഡോർ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ബോട്ടിൽ ഹോൾഡർ ഇതുപോലെ വെക്കുക. അതിലേക്ക് ഹ്യൂമിഡിഫയർ ബോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം. ട്യൂബിൻ്റെ മറ്റേ അറ്റം ഓക്സിജൻ മെഷീൻ്റെ ഔട്ട്ലെറ്റ് പോർട്ടിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യുക. ഓക്സിജൻ കാനുല ഹ്യൂമിഡിഫയർ ബോട്ടിലിൻ്റെ ഔട്ട്ലെറ്റ് പോർട്ടിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കുക. കാനുലയുടെ മറ്റേ ഭാഗം ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ടൈറ്റ് ചെയ്യാം. അതിനുശേഷം മെഷീൻ്റെ പവർ പ്ലഗ് ഇതേപോലെ സ്റ്റെബിലൈസറിലേക്ക് കണക്ട് ചെയ്ത് പവർ ഓൺ ചെയ്യുക. മെഷീൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യാം. ഹ്യൂമിഡിഫയർ ബോട്ടിലിനകത്ത് കുമിളകൾ കാണാം. അപ്പോൾ ഓക്സിജൻ കാനുലയിലൂടെ ശുദ്ധമായ ഓക്സിജൻ നമുക്ക് ലഭ്യമാകുന്നു. 5 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഓക്സിജൻ മെഷീനാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അളവിലേക്ക് ഈ മെഷീൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഫ്ലോ മീറ്ററിൻ്റെ മുകളിൽ കാണുന്ന നോബ് തിരിച്ചുകൊണ്ട് ഓക്സിജൻ്റെ അളവ് നമുക്ക് ക്രമീകരിക്കാം. ഉദാഹരണത്തിന് 3 ലിറ്റർ പെർ മിനിറ്റ് ഓക്സിജനാണ് ഡോക്ടർ നമുക്ക് നിർദ്ദേശിച്ചത് എങ്കിൽ ഈ നോബ് തിരിച്ചുകൊണ്ട് ബോളിൻ്റെ പൊസിഷൻ 3 നേരെ എത്തിച്ച് ആ അളവിലേക്ക് മെഷീൻ സെറ്റ് ചെയ്യാം. ഈ മെഷീനിലുള്ള മറ്റു സെറ്റിങ്സുകളും ഫീച്ചേഴ്സും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ മുകളിലുള്ള 2 ലൈറ്റുകൾ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഓൺ ആയിരിക്കും. പവർ ഓൺ ആണ് എങ്കിൽ ഇവിടെ ലൈറ്റ് ഓണായിട്ട് നമുക്ക് കാണാം. മെഷീൻ സാധാരണ രീതിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ നോർമൽ ലൈറ്റും ഓണായിരിക്കും. ഇതിലേതെങ്കിലും ഒരു ലൈറ്റ് ഓണാണ് എങ്കിൽ, അല്ലെങ്കിൽ 2 ലൈറ്റും ഓണാണെങ്കിൽ മെഷീൻ്റെ ഓക്സിജൻ അളവ് കുറവാണ്, അല്ലെങ്കിൽ സർവീസ് ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ബ്രേക്കർ ഫ്യൂസ് കാണാം. മെഷീനകത്ത് ഷോർട്ട് സർക്യൂട്ട് പോലെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ഫ്യൂസ് ഓഫാവുന്നു. അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഫ്യൂസ് ഓൺ ചെയ്ത് വീണ്ടും നമുക്ക് മെഷീൻ ഉപയോഗിക്കാം. ഈ മെഷീൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഓക്സിജനും അതുപോലെ നെബുലൈസേഷനും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്സിജൻ ഓൺ ഓഫ് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓക്സിജൻ ഇത്ര സമയത്തേക്ക് മാത്രം ഉപയോഗിക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചതെങ്കിൽ ആ ടൈമിംഗ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊടുത്തിട്ടുള്ള പ്ലസ് എന്ന ടൈമർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ അളവിലേക്ക് ഇത് കൂട്ടി വെക്കാൻ സാധിക്കും. അതേപോലെ മൈനസ് ടൈമർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിത് കുറക്കാനും സാധിക്കും. അങ്ങനെ ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള ഒരു അളവിലേക്ക് സെറ്റ് ചെയ്ത് ആ സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ ഓഫാവുന്ന രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇനി
നെബുലൈസേഷൻ മോഡിലേക്കാണ് നമ്മൾ മാറേണ്ടതെങ്കിൽ ഇവിടെ നെബുലൈസേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നെബുലൈസ് എന്ന ഈ ഔട്ട്ലെറ്റ് പോർട്ടിൽ എയർ പ്രഷർ നമുക്ക് അനുഭവപ്പെടും. നെബുലൈസർ മാസ്കിൻ്റെ മറ്റേ ഭാഗം നെബുലൈസ് എന്ന് എഴുതിയിട്ടുള്ള മെഷീനിൻ്റെ ഔട്ട്ലെറ്റ് പോർട്ടിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നെബുലൈസ് എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പോൾ നെബുലൈസേഷൻ നമുക്ക് ലഭിക്കുന്നു. ഈ ബോട്ടിലിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് ഒഴിച്ചതിന് ശേഷം നെബുലൈസേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ മെഷീൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ചെറിയ കുട്ടികൾ ഇതിലെ ബട്ടണുകളെ പ്രസ് ചെയ്ത് സെറ്റിങ്സ് മാറ്റാതിരിക്കുവാൻ വേണ്ടി ചൈൽഡ് ലോക്ക് സിസ്റ്റം ഇതിൽ ലഭ്യമാണ്. ബട്ടൺ 5 മുതൽ 7 സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചൈൽഡ് ലോക്ക് ഓണാകുന്നു. ഇവിടെ ചൈൽഡ് ലോക്ക് സിഗ്നൽ ഓണായി നമുക്ക് കാണാം. ഇങ്ങനെ ചൈൽഡ് ലോക്ക് ഓണായിരിക്കുമ്പോൾ ഇതിലെ ബട്ടണുകളൊക്കെ വർക്ക് ചെയ്യാതെ നമുക്ക് സംരക്ഷിക്കാം. ഇനി ചൈൽഡ് ലോക്ക് ഓഫ് ചെയ്യണമെങ്കിൽ മൈനസ് ടൈമർ ബട്ടണിൽ അതേപോലെ 5 മുതൽ 7 സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഈ മെഷീൻ്റെ ഡിസ്പ്ലേ സ്ക്രീനിൽ നമുക്ക് 2 സമയങ്ങൾ കാണാൻ സാധിക്കും. മെഷീൻ അവസാനത്തെ ഓണായതിനു ശേഷം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഈ മെഷീൻ തുടക്കം മുതൽ ഇതിൻ്റെ ടോട്ടൽ ലൈഫ് ടൈമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. മറ്റു ഓക്സിജൻ മെഷീനുകൾക്കൊന്നുമില്ലാത്ത മറ്റൊരു പ്രത്യേകത കൂടി ഈ മെഷീനുണ്ട്. ലൈവ് പ്യൂരിറ്റി ചെക്കിംഗ് സിസ്റ്റം ഈ മെഷീനകത്ത് തന്നെ ഇൻബിൽട്ടായിട്ട് കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഓക്സിജൻ്റെ പ്യൂരിറ്റി എത്രയുണ്ട് എന്ന അളവ് ഈ മെഷീൻ ഇവിടെ കാണിക്കുന്നു. അതിനുവേണ്ടി ഓക്സിജൻ ബട്ടൺ 7-8 സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 95.1 അത്ര ശതമാനം പ്യൂർ ഓക്സിജനാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്തരീക്ഷത്തിൽ നിന്നും മെഷീനുള്ളിലേക്ക് വായു വലിച്ചെടുക്കുന്നത് ഈ ഒരു ഭാഗത്തു കൂടെയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വായുവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പ്രൈമറി ഫിൽറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ബാക്ക് കവർ ഓപ്പൺ ചെയ്ത് ഈ പ്രൈമറി ഫിൽറ്റർ പുറത്തെടുത്ത് 2 ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ നന്നായി ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ കാണാൻ സാധിക്കും. ഓക്സിജൻ പ്യൂരിറ്റി കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോ ഓക്സിജൻ സിഗ്നൽ ഓൺ ആവുകയാണെങ്കിലോ ഈ സെക്കൻഡറി ഫിൽറ്റർ അതിൻ്റെ കാലാവധി അവസാനിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ അവിടെ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ്റെ അളവിനനുസരിച്ച് ഫിൽറ്ററിൻ്റെ ലൈഫ് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഈ മെഷീൻ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ വാഹനത്തിലോ മറ്റോ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും ഇത് കിടത്തിക്കൊണ്ട് പോകരുത്. ഇതേപോലെയുള്ള കുത്തനെ നിർത്തിക്കൊണ്ടാണ് കൊണ്ടുപോകേണ്ടത്. കാരണം ഇതിൻ്റെ എൻജിൻ അത് പൊസിഷൻ തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാനുലയുടെ ട്യൂബിംഗ് ഇതുപോലെ ട്വിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാനുലയുടെ ഈ ഭാഗം 2 ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ നന്നായി ക്ലീൻ ചെയ്യേണ്ടതാണ്. ഈ ഹ്യൂമിഡിഫയർ ബോട്ടിലും അതിൻ്റെ പൈപ്പുകളും 2 ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ നന്നായി ക്ലീൻ ചെയ്യേണ്ടതാണ്. ഹ്യൂമിഡിഫയർ ബോട്ടിലേക്ക് ഓക്സിജൻ വരുന്നത് ഈ പൈപ്പിൻ്റെ അറ്റത്ത് കാണുന്ന ക്യാപ്പിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ചെറിയ ഹോൾസിൽ കൂടെയാണ്. ഈ ക്യാപ്പ് ഇതുപോലെ നന്നായി അമർന്നിരുന്നാൽ ഓക്സിജൻ സപ്ലൈ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ ഈ പൈപ്പിൻ്റെ അറ്റം ഈ ക്യാപ്പിൻ്റെ അറ്റവുമായി മുട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ ഹ്യൂമിഡിഫയർ ബോട്ടിൽ നിന്നും ഓക്സിജൻ പുറത്തേക്ക് പോകുന്നത് തടസ്സപ്പെട്ടാൽ ഇതിനകത്ത് എയർ പ്രഷർ എക്സസ് ആവാതിരിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ സേഫ്റ്റി സിസ്റ്റം നൽകിയിട്ടുള്ളത്. എക്സസ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി സിസ്റ്റത്തിൽ കൂടി അത് പുറത്തേക്ക് പോകുന്നു. ഓക്സിജൻ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് സാധാരണ നിലയിലേക്ക് ആയിട്ടുണ്ടോ എന്നറിയാൻ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് ഇതേപോലെ ചെക്ക് ചെയ്യാം. ഓക്സിജൻ മെഷീന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വി-ഗാർഡ് ക്രിസ്റ്റൽ പ്ലസ് എന്ന സ്റ്റെബിലൈസറാണ്. VG100 എന്ന ഈ മോഡൽ നമുക്ക് ഉപയോഗിക്കാം.
ഓക്സിജൻ മെഷീൻ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ചിലവാകുന്ന വൈദ്യുതി യൂണിറ്റിന് ഗവൺമെൻറ് സബ്സിഡി നൽകുന്നുണ്ട്. ഓക്സിജൻ മെഷീൻ വാങ്ങിയ ബില്ലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സബ്സിഡി നമുക്ക് ലഭ്യമാകും. USA ടെക്നോളജിയാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഈ മെഷീൻ സാധാരണക്കാർക്കും പ്രാപ്യമായ മിതമായ വിലയിലാണ് കമ്പനി നൽകുന്നത്. ഏതൊരാൾക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന വളരെ ലളിതമായ രൂപത്തിലാണ് ഇതിലെ സെറ്റിങ്സ് നൽകിയിട്ടുള്ളത്. മറ്റ് കമ്പനികളൊന്നും നൽകാത്ത ഓക്സിജൻ പ്യൂരിഫിക്കേഷൻ ചെക്കിംഗ് സിസ്റ്റവും അതേപോലെ ചൈൽഡ് ലോക്ക് പോലെയുള്ള ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഈ മെഷീൻ കമ്പനി നമുക്ക് നൽകുന്നു. ഇവോക്സ് കമ്പനിയിൽ നമുക്ക് 5 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ തുടങ്ങിയ കപ്പാസിറ്റിയുള്ള മോഡലുകളും ഇലക്ട്രിസിറ്റി ഇല്ലാത്തപ്പോഴും വർക്ക് ചെയ്യുന്ന ബാറ്ററി ബാക്കപ്പുള്ള മോഡലുകളും ലഭ്യമാണ്. കേരളത്തിൽ എവിടെയും നമുക്ക് ഇതിൻ്റെ സർവീസ് ലഭ്യമാണ്. ഇവോക്സ് കമ്പനിയുടെ കേരളത്തിലെ അംഗീകൃത വിതരണക്കാരാണ് കേരള ഹെൽത്ത് മാർട്ട്. ഓക്സിജൻ മെഷീൻ, ബൈപാപ്പ്, സിപാപ്പ് മെഷീൻസ് തുടങ്ങി ഇവോക്സ് കമ്പനിയുടെ ഏത് പ്രൊഡക്റ്റുകളും പുതിയതായി വാങ്ങുന്നതിനും മറ്റു സർവീസ് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ജിതൻ ലൂക്കോസ്. ഞാൻ ഇവോക്സ് മെഡിക്കൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ സെയിൽസ് ആൻഡ് സർവീസ് എഞ്ചിനീയറാണ്. കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ, സിപാപ്പ്, ബൈപാപ്പ് മെഷീൻസ്, ഇലക്ട്രിക് വീൽ ചെയർസ് ആൻഡ് പൾസ് ഓക്സിമീറ്റേഴ്സ്. കേരള ഹെൽത്ത് പാർട്ട് ഇവോക്സ് കമ്പനിയുടെ അംഗീകൃത ഡീലേഴ്സ് ആണ്. നമ്മുടെ ഏത് പ്രോഡക്ട്സും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്.